രാമ 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 മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹും അരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ശ്രീരാമചന്ദ്ര മനുജോത്തമ വിഷ്ണുമൂർത്തേ സീതാഭിരാമ സുരവന്ദിത ചാരുകീർത്തേ സൗമിത്രി സേവിത ശുഭാംഗകുശാഗ്രബുദ്ധേ ധർമ്മിഷ്ഠകോസലപതേ തവ സുപ്രഭാതം. കല്യാണ രാമ കരുണാകര കാമധേനോ ലോകാഭിരാമ ജനമോഹന രാജസൂനോ ആത്മാഭിരാമ രഘുപുംഗവ വീരബാഹോ ധർമ്മിഷ്ഠ കോസലപതേ തവ സുപ്രഭാതം. ധർമ്മിഷ്ഠ കോസലപതേ തവ സുപ്രഭാതം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ.
സീതായ പതയേ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ നമ്മൾ 13ാം സുദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിവിശേഷപ്പെട്ട പുണ്യകഥയാണ് രാമായണം. നമ്മൾ പലപ്പോഴും അനുസ്മരിച്ചത് ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. നാമജപത്തിന്റെ മഹാത്മ്യം രാമായണത്തിൽ ഉടനീളം കാണും. രാമായണത്തിന്റെ സന്ദേശമാണ്. അതാണ് പാർവതീ ദേവിയോട് പറഞ്ഞത്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ. ശ്രീരാമ ഐശ്വര്യത്തിന്റെ ദേവനായിട്ട്, ഐശ്വര്യത്തിന്റെ മൂർത്തിയായിട്ട്, അല്ലെങ്കിൽ ലക്ഷ്മി വല്ലഭനായിട്ട്, ശ്രീയെ ലക്ഷ്മിയെ രമിപ്പിക്കുന്നവനായിട്ട് കർക്കിടക മാസത്തില് നമുക്ക് നാമജപം കൊണ്ട് വളരെ വിശേഷമുണ്ടാകും. എന്നും നാമജപം വിശേഷമാണ്. കർക്കിടക മാസത്തില് ഇത് പ്രധാനപ്പെട്ടതായി വന്നത് അങ്ങനെയാണ്. നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും. ബാലകാണ്ഡം കഴിഞ്ഞ് അയോധ്യാകാണ്ഡത്തിലെ വിശേഷപ്പെട്ട കഥാഭാഗങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ശ്രീരാമചന്ദ്രസ്വാമി ചിത്രകൂടത്തില് അതിമനോഹരമായ ആശ്രമം ഉണ്ടാക്കി ഋഷികളുടെ സഹായത്തോടു കൂടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സന്യാസിമാര് യോഗീശ്വരന്മാരൊക്കെ ഏതൊരു ഭഗവാന്റെ, ഏതൊരു പരബ്രഹ്മമൂർത്തിയുടെ പാദകമലങ്ങളാണോ കാണണം ഹൃദയത്തിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കുന്നത്, അങ്ങനെയുള്ള താപസന്മാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് തുടക്കം. നമ്മൾ മറ്റൊന്ന് കണ്ടു, കാട്ടിലേക്ക് എത്തിച്ചേർന്നത്, വനയാത്ര ആരംഭിച്ചത് ആ തീരദേശത്തെ ഒരു ഭരണാധികാരി, ഒരു ഗ്രാമത്തിന്റെ തലവൻ, മുക്കുവൻ ആയിട്ടുള്ള ഒരു ഗ്രാമത്തിന്റെ തലവനായിട്ടുള്ള ഗുഹനെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹം ചൊരിഞ്ഞ് ആ ഗുഹന്റെ ആതിഥ്യ മര്യാദകൾ സ്വീകരിച്ചിട്ടാണ് വനയാത്രയുടെ തുടക്കം തന്നെ. ഇവിടെ നിന്ന് മറ്റൊരു കാഴ്ച കാണുന്നു. ഉച്ചനീചത്വങ്ങളില്ലാതെ ആ ഋഷിമണ്ഡലങ്ങളുടെ സമീപത്ത് എത്തിയപ്പോൾ ഇതാ ഇവരുടെ ഒക്കെ സഹായത്തോടുകൂടി പർണശാല പണിത് താമസം ആരംഭിച്ചത്. ഒരു ഭാഗത്ത് പറഞ്ഞു ചിത്രകൂടത്തിലെ താമസം. ഇവിടെ കേകയത്തിൽ നിന്നും ഭരതനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഭരണാധികാരിയാക്കണം. ദശരഥൻ മരിച്ചത് കൊണ്ടെന്ന് തീരുമാനിച്ച പൗരജനങ്ങളുടെ ആഗ്രഹവും കൊട്ടാരത്തിലെ അധികാരികളുടെ ഒക്കെ നിലപാടും കൊണ്ട് ഭരതനെ വിളിച്ചു വരുത്തുകയാണ്. ഭരത ശത്രുഘ്നന്മാര് എത്തിച്ചേരുന്ന രംഗം, ഭരതന്റെ ദുഃഖം, ഭരതന്റെ വിലാപം, ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞു. നമുക്ക് ആ ഭരതവിലാപം നമ്മൾ ഇതാ ഒന്ന് അനുസ്മരിക്കുന്ന സമയത്ത് എല്ലാം കുറച്ചു മാത്രമാണ്. രാമായണ സംസ്കൃതിയായിട്ടാണ്. നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം ഒന്ന് ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ചർച്ച ചെയ്തു പോകാൻ, ഒന്ന് ചിന്തിച്ചു പോകാൻ, ഒന്ന് അനുസ്മരിക്കാൻ മാത്രമാണ് സമയം കിട്ടുക. ഭരതൻ ഹൃദയസ്പരിശിയായി
രാമൻ മാത്രമാണ് രാജാവാകേണ്ടത്, രാമനെ കൊണ്ടുവരാൻ ഞാനിതാ ഉടനെ പുറപ്പെടുന്നു എന്നുറച്ച് ഭരതൻ കാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്, ഹൃദയസ്പരിശിയായിട്ടുള്ള ഭാഗം. ദശരഥൻ പുത്രദുഃഖത്തില് മരിച്ചതിന്റെ ചരിത്രം നമ്മൾ അനുസ്മരിച്ചു. വസിഷ്ഠോപദേശം കൊണ്ട് കുറച്ച് മനസ്സിനെ നിയന്ത്രിച്ചുവെങ്കിലും രാമനില്ലാതെ ഇനി ജീവിതമില്ല എന്ന ചിന്തയിലേക്കാണ് വളരെ വിഷമത്തോടുകൂടി ഭരതൻ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഭരതൻ ദശരഥ മഹാരാജാവിന്റെ മരണശേഷം അധികാരം ഏറ്റെടുക്കാൻ തയ്യാറല്ലാതെ വന്നു. അങ്ങനെയാണ് ഭരതൻ ശ്രീരാമചന്ദ്രസ്വാമിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന ഭാവത്തോടുകൂടി തന്റെ ദൃഢനിശ്ചയം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് വിലപിക്കുന്ന രംഗം. വളരെ മനോഹരമായിട്ടുള്ള ഭാഗങ്ങള്. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളുമാമാത്യരും ആനതേർക്കാലാൾ കുതിരപ്പടയോടുമാനകശങ്ക പടഹവാദ്യത്തോടും. അങ്ങനെ രാമനെ കൊണ്ടുവരാൻ, നാളീക നേത്രനെ കൊണ്ടുവരുവാൻ ഞാൻ നാളെ രാവിലെ തന്നെ പുറപ്പെടുകയാണ് എന്ന് ഭരതൻ ദൃഢനിശ്ചയത്തോടുകൂടി പറയുന്നു. പിന്നീട് രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. എല്ലാവരും ആ ഒരു ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു. എല്ലാവരും കൂടി പോകുന്നു. ഇതിന്റെ ആ ഒരു ദൃഢനിശ്ചയവും ആ മനസ്സിന്റെ നിശ്ചയദാർഢ്യവും ആ സഹോദര സ്നേഹവും ആ ബഹുമാനവും ഒക്കെ ഭരതനിൽ നമ്മൾക്ക് നിറഞ്ഞു കാണുന്നത് കൊണ്ടാണ് ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ, ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം. ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ, സാധുക്കളേവം പുകഴ്ത്തുന്ന നേരം ആദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. വനയാത്രയ്ക്കായിട്ട് പുറപ്പെടുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇവിടത്തേക്കാണ് പോയത്. രാമൻ പോയ മാർഗം പിന്തുടർന്നുകൊണ്ട്, രാമന്റെ പാദത്തെ പിന്തുടർന്നുകൊണ്ട്, രാമന്റെ പാതയെ പിന്തുടർന്നുകൊണ്ട് ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയപുത്രീസുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ. ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോട് ചൊന്നാനതു നേരം. ഗംഗയുടെ തീരത്ത് ശൃംഗിവേരാഖ്യം പുരം, ശൃംഗിവേരം എന്ന ആ ഗ്രാമത്തിലെത്തിയ ആ ഗ്രാമത്തിന്റെ തലവനാണ് ഗുഹൻ. ശ്രീരാമചന്ദ്രസ്വാമിയെ കൂട്ടിക്കൊണ്ടുപോയ ഗുഹൻ. ഭരതനും വൻപടയും ഇതാ ഗംഗയുടെ തീരത്ത് മറുഭാഗത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഗുഹൻ ആകെ വിഷമിച്ചു. മന്ദാകിനി തീരത്ത് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റിദ്ധരിക്കുകയാണ്.
പടയോട് കൂടിയിട്ട് ആഗതനായിട്ടുണ്ട്, പടഹവാദ്യത്തോടു കൂടിയിട്ട് ആഗതനായിട്ടുണ്ട്. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ച് സന്നദ്ധരായിട്ട് നിൽക്കൂ. ആ ശ്രീരാമനെ കാട്ടിലും സ്വസ്ഥമായിട്ട് വിടില്ല എന്നുള്ള ഭാവത്തോടു കൂടിയതാ ഭരതൻ പകയുമായിട്ട് വരുന്നതാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ ന്യായീകരണമുണ്ട്. പക്ഷേ അതൊന്നും കാരണമല്ല. തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഉണ്ടാകാം. യഥാർത്ഥ ധാരണ വരുമ്പോഴും തെറ്റിദ്ധാരണ നീങ്ങും. സൂര്യൻ ഉദിക്കുമ്പോഴാണ്, ജ്ഞാനസൂര്യൻ ഉദിക്കുമ്പോഴാണ് അജ്ഞാനമാകുന്ന അന്ധകാരം നീങ്ങുന്നത്. പക്ഷേ യഥാർത്ഥത്തില് എന്താണ് ഉണ്ടായത്? പക്ഷെ ഒരു കാര്യം അവർ തീരുമാനിച്ചു, ഏതായാലും ഒരു കാര്യം ചെയ്യാം, വളരെ സാവധാനത്തിൽ അടുത്ത് ചെന്ന് കാൽക്കൽ വന്ദിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാം, എന്താണ് ഇവരുടെ മനസ്സിൽ എന്നുള്ളത് അറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭരതന്റെ മനസ്സിലിരിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി ശ്രീരാമചന്ദ്രസ്വാമിയോട് അത്യധികം ഭക്തിയോട് കൂടിയിട്ട് ഭരതനും അവിടെയുള്ള ജനങ്ങളും രാമനെ കാണാനായിട്ട്, രാമനെ പോരുവാനായിട്ട് വരുന്നതാണ് എന്ന് ശ്രീരാമനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദുഃഖിക്കുന്ന ഇവരിൽ നിന്നും മനസ്സിലാക്കി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് മറ്റൊരു വിഷയം കൂടി ഉണ്ടായി. എന്താണ്? ഈ ലക്ഷ്മണനാണ് ആശ്രമത്തിന്റെ ചുമതലക്കാരൻ എന്ന് പറഞ്ഞാല് ചിത്രകൂടത്തില് താമസിക്കുന്ന സീതാദേവിയെയും ശ്രീരാമനെയും സംരക്ഷിച്ചുകൊണ്ട് അമ്പും വില്ലും കൊലച്ചു പിടിച്ചുകൊണ്ട് വില്ലാളി വീരനായിട്ട് ലക്ഷ്മണൻ എപ്പോഴും സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് പടലങ്ങൾ ഉയർത്തിക്കൊണ്ട് നദിയുടെ തീരത്ത് തമ്പടിച്ചിരിക്കുകയാണ് ഭരതനും ആളുകളും. ഇത് മനസ്സിലാക്കി ലക്ഷ്മണൻ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാതെ തന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് കോപിച്ച് അങ്ങനെ വിവരങ്ങളൊക്കെ പറയുന്നു. ഇവിടെയും സ്വസ്ഥത തരുന്നില്ല എങ്കിൽ വിടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ശ്രീരാമേന്ദ്രസ്വാമി പറഞ്ഞു, തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കൂ. അത് അങ്ങനെ തെറ്റിദ്ധരിക്കാനൊന്നുമില്ല, ഒന്നും പേടിക്കേണ്ടതില്ല. ഇത് ഭരതൻ എന്നെ കാണാൻ വേണ്ടി വരുന്നതാണ്, കോപത്തെയൊക്കെ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞു. ലക്ഷ്മണന് പെട്ടെന്ന് കോപം വരുന്ന പ്രകൃതമാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. പിന്നീട് ഭഗവാനെ കാണാനായിട്ട്, ശ്രീരാമചന്ദ്രസ്വാമിയെ കാണാനായിട്ട് വരികയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന രംഗം വിവരിക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങുന്നു. ലക്ഷ്മണന് ശ്രീരാമചന്ദ്രനെ അഭിഷേകം ചെയ്ത് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഭരതൻ വന്നത്. ഭരതൻ നിലവിളിച്ചും സ്തുതിച്ചും സന്തുഷ്ട ചിത്തനായി രാമപാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. ശ്രീരാമൻ എഴുന്നേൽപ്പിച്ചു, ആലിംഗനം ചെയ്തു. ഭരതൻ കോൾമയിർ കൊണ്ടു തൊഴുകയ്യുമായി. ഭരതൻ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇതാണ് ഭരത രാഘവ സംവാദമായിട്ട് അധ്യാത്മ രാമായണത്തിലൂടെയും രാമായണത്തിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അച്ഛൻ അങ്ങയെ വിളിച്ച് വിലപിച്ചിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. ആ നാമം ജപിച്ചുകൊണ്ട്, രാമരാമ മന്ത്രം ജപിച്ചുകൊണ്ട്, സീതയുടെ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെയാണ് ജീവത്യാഗം ചെയ്തത് പിതാവ് എന്നിവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഭരതൻ അതിമനോഹരമായ വാക്കുകൾ അമ്മയെ നിന്ദിച്ച് സംസാരിച്ചു. അതിനിടയിൽ രാമൻ ശാന്തനാക്കുന്നു. അവിവേകം കൊണ്ട് അമ്മയെ നിന്ദിക്കരുത്. അച്ഛനെ ന്യായീകരിച്ചു.
മാത്രവുമല്ല ഭാര്യാപുത്രന്മാര് പിതാവിന് ശാസനീയരാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭമുണ്ട്. അച്ഛനും അമ്മയും കാട്ടിൽ പോകാൻ പറഞ്ഞത് ഞാൻ നിറവേറ്റുകയാണ്. നീ നാടു വാഴണം. ഞാൻ അച്ഛൻ നൽകിയ വനം 14 വർഷം ഭരിക്കും, അല്ലെങ്കിൽ വാഴും. രാജ്യം നിനക്ക് എനിക്ക് വിപിനവും. നിനക്ക് രാജ്യം. ഇതെന്താണ്? പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം. വസിഷ്ഠനാകുന്ന കുലഗുരുവിന്റെ മുമ്പിൽ വെച്ച് ശ്രീരാമേന്ദ്ര സ്വാമി പറഞ്ഞു, അച്ഛന്റെ വാക്കുകളെ സത്യമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ലോകം മുഴുവനും ആഗ്രഹിക്കുന്ന, സ്വർഗാധിപതികളായിട്ടുള്ള ദേവന്മാര് പോലും ആഗ്രഹിക്കുന്ന ഐശ്വര്യവും സമ്പത്തും എല്ലാം നിറഞ്ഞിരിക്കുന്ന അയോധ്യയെ ഞാൻ ഉപേക്ഷിച്ചത്. ത്യക്ത്വാ സുദുസ്ത്യജസുരേപ്സിത രാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവജസാ യദഗാദരണ്യം. അയോധ്യക്ക് മടങ്ങണം എന്ന് ശ്രീരാമനോട് ഭരതൻ പറയുന്നു. ശ്രീരാമചന്ദ്രസ്വാമി ഭരതനോട് പറയുന്നു, അയോധ്യക്ക് മടങ്ങണം. രാമനും ഭരതനും പറയുന്ന വാക്കുകള് ഒന്നായിത്തീരുന്നു. എന്താ? അങ്ങ് അയോധ്യക്ക് മടങ്ങണം ജ്യേഷ്ഠായ സഹോദര, അങ്ങ് താൻ അയോധ്യക്ക് മടങ്ങൂ, അവിടെ ഭംഗിയായിട്ട് രാജ്യം ഭരിക്കൂ. അച്ഛന്റെ നിർദ്ദേശമാണത്, അത് പാലിക്കുകയാണ് പുത്രധർമ്മം. ഞാനിവിടെ 14 വർഷം കാട് ഭരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനിടയില് അച്ഛന് ഉദകക്രിയ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ പ്രിയപുത്രൻ നൽകുന്നത് അച്ഛന് അക്ഷയമായതുകൊണ്ട് എന്തായാലും വിരോധമില്ല. സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ശുശ്രൂഷകളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. കാരണം മക്കളൊന്നും അടുത്തില്ലാതെ ഒരു നിയോഗം ആയിട്ടാണ് അങ്ങനെ മരിക്കാൻ ഇടവന്നത്. അത് പുത്രശോകം കൊണ്ടാണ്. അച്ഛന്റെ മരണവാർത്ത കേട്ട രാമൻ പെട്ടെന്ന് സമനില തെറ്റിയിട്ട് ഭൂമിയിൽ വീഴുന്നു. എങ്കിലും മെല്ലെ എഴുന്നേറ്റ് ഉദകക്രിയ, അന്ത്യകർമ്മങ്ങള് ചെയ്യുന്നു. പുത്തൻ ചീരം എന്ന് പറഞ്ഞ വസ്ത്രം, പുത്തൻ മരവുരി, പുതിയ വൽക്കലൊക്കെ ധരിച്ച് ഓടൽക്കായ പിണ്ണാക്കും കൊണ്ടുവന്നു. അതായത് ഈ ഓടൽ ഇല്ല, അവിടെയൊക്കെയുള്ള കാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ഓടൽക്കായ ഉണ്ടാവും. അതിന്റെ എണ്ണയാണ് ഓടൽ എണ്ണ. അതൊക്കെയാണ് താപസന്മാർ ഉപയോഗിക്കുക. ആ എണ്ണ കരിങ്കല്ലിന്റെ, അതായത് കുഴിയിലുള്ള കരിങ്കല്ലിൽ കുത്തിപ്പിഴിഞ്ഞിട്ട് എണ്ണ എടുക്കും, ഉണക്കിയിട്ടൊക്കെ എടുക്കുക. എന്നിട്ട് ആ കുത്തിപ്പിഴിഞ്ഞ് കിട്ടുന്ന കഷ്ണമാണ് ഓടൽ പിണ്ണാക്ക്. ഇതൊക്കെ അവര് കഴിക്കുന്നതാണ്. അപ്പൊ താൻ എന്താണോ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണ്ണം ചെയ്യുക എന്നുള്ള സമ്പ്രദായം. അങ്ങനെ മന്ദാകിനിയിൽ ചെന്ന് ഉദകക്രിയ ചെയ്തു, പിണ്ടവും വെച്ച് മടങ്ങി. ഇവിടെ ഒരു വലിയ ചിന്തയ്ക്ക് കൂടിയിട്ട് രാമായണം നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. അതായത് ലോകം മുഴുവനും കീഴടക്കിയ മഹാരാജാവ് ദശരഥൻ യാഗം ചെയ്ത് യോഗ്യന്മാരായ 4 പുത്രന്മാര്, ബന്ധുക്കള്, രാജ്യം, ഐശ്വര്യം എല്ലാം ദശരഥനും ഉണ്ട്. ദേവന്മാരെ പോലും യുദ്ധത്തിൽ സഹായിക്കുവാനും 10 ദിക്കിലേക്ക് രഥം തെളിക്കുവാനുമുള്ള കഴിവ് അവരുടെയൊക്കെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവസാനം ആ ഇഷ്ടത്തിന് വിപരീതമായി പരമാവധി ദുഃഖിച്ച് പുത്ര ദുഃഖത്താൽ മരണം അനുഭവിക്കേണ്ടി വരിക. മരണാനന്തര ചടങ്ങ് സകല ഐശ്വര്യങ്ങളുമുള്ള മഹാരാജാവിന് ലോകം മുഴുവനും അങ്ങനെ ആരാധിക്കുന്ന ആള് മരിച്ചപ്പോൾ ഉദകക്രിയ ചെയ്യേണ്ടി വരുന്നത് മൂത്ത മകൻ കാട്ടിൽ വെച്ചിട്ട് വെറും പിണ്ണാക്ക് മാത്രമേ കിട്ടിയുള്ളൂ ആ സമയത്ത് ഉദകക്രിയ ചെയ്യാൻ. ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത് കാര്യം. മന്നിത് മായാ നാടകരംഗം
തത്വചിന്തയാണ്. തലയിലെഴുത്ത് മാറ്റാൻ പറ്റില്ല, മറ്റൊന്നായിട്ട് വരും എന്നൊക്കെ തിരിച്ചറിയുന്ന രംഗം കൂടിയാണ് ഭരത രാഘവ സംവാദം. ഇവിടെ അനേകം ഉപദേശങ്ങളൊക്കെ നൽകുന്ന രംഗം. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. നമുക്ക് ഏതാനും ആ ഭരതവാക്യങ്ങൾ ജപിച്ചുകൊണ്ട് ഇന്നത്തെ കഥാഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സമർപ്പിക്കാം. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളുമാമാത്യരും ആനതീർക്കാലാൾ കുതിരപ്പടയോടും ആനകശംഖ പടഹവാദ്യത്തോടും സോദരഭൂസുര താപസ സാമന്തമേദിനി പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജഡപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നിന്നു ചൊല്ലിനാർ. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്ന നേരത്ത് ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും. അങ്ങനെയാണ് ഭരതന്റെ വനയാത്ര. ഭരതൻ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ സമീപത്തെത്തി സീതാരഘുനാഥ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ആ പാദം കഴുകി അങ്കുശാബ്ജധ്വജ വജ്ര മത്സ്യാദി കൊണ്ട് അങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും ഉരുണ്ടും വിടഞ്ഞും കരഞ്ഞും ദദാരേണു തന്മൗലിയിൽ കോരിത്തീടനാൻ. ഭരതൻ ആ മണ്ണില് രാമന്റെ പാദങ്ങളുടെ അടയാളങ്ങളൊക്കെ കണ്ട് അവിടെ വീണുരുണ്ട് ആ മണ്ണ് വാരിയിട്ടിങ്ങനെ ശിരസില് വാരി വാരി ഇട്ടുകൊണ്ട് ധന്യോഹം ഇന്നഹോ ധന്യോഹം മുന്നമ്മയാകൃതം പുണ്യപൂരംബരം. ശ്രീരാമപാദപത്മാഞ്ജിതം ഭൂതലമാരാലെനിക്കു കാൺമാൻ അവകാശവും വന്നിതല്ലോ. മുഹുരിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലിന്നിതേറ്റവും വേദാവും ഈശ്വനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായി ആനന്ദ ബാഷ്പാകുലക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നൊരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദം
പരമാനന്ദമന്ദിരം ഇന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതം ഇന്ദിരാ മന്ദിരോരസ്ഥലമിന്ദ്രാവരജം ഇന്ദീവരലോചനം ദൂർവാദളനിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളേക്ഷണം രാമം ജഡാമകുടം വൽക്കലാംബരം സോമബിംബാഭപ്രസന്നവക്ത്രാംബുജം ഉദ്യതരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരുന്നൊരു വിദ്യോതമാനമാത്മാനമാവ്യാകുലം വക്ഷസി ശ്രീലക്ഷ്മണം ശ്രീവത്സലക്ഷ്മണം അവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിതപാദപങ്കേരുഹം കാരുണ്യപൂരം ദശരഥനന്ദനം ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമനവനെയും ശത്രുഘ്നനെയുമാം ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരവിവത്സങ്ങളും അണച്ച് ആനന്ദപൂർവകം. ഈ സമയത്താണ് ഭരതൻ ശ്രീരാമനും ആയിട്ട് സംഭാഷണം ചെയ്യുന്ന രംഗം. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം നീ മാമകവാക്യം ജപിതന്നു കേൾക്കണം. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം. അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം. തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമിതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുല തന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഭരതന്റെ വാക്യവും ഭരതന് രാമന്റെ മറുപടിയും അതിനുശേഷം ഇതാ ഒരുപാട് ഭരതന് വേണ്ടിയുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഉപദേശങ്ങളൊക്കെയാണ് തുടർച്ചയായിട്ട് അടുത്ത ഭാഗത്തിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. രഘുകുലോത്തമം കൗശികാദൃതം പിതൃകൃതേ വൃതാരണ്യജീവിതം കപിസഹായകം രാവണാന്തകം ദശരഥാത്മജം രാമമാശ്രയേ. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാലയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.